മുൻ എം.എൽ.എ. കെ രാമചന്ദ്രൻ നായരുടെ മകൻ ആർ പ്രശാന്തിന്റെ ആശ്രിത നിയമനം റദ്ദാക്കിയതിനെതിരായ ഹർജി സുപ്രീംകോടതി തള്ളി. ഹൈക്കോടതി വിധിയിൽ ഇടപെടാനാകില്ലെന്ന് സുപ്രീംകോടതി അറിയിച്ചു. ധനസുബോധ് ചേരുന്നത്. ധനസുബോധ്, എന്താണ് കോടതി നടപടി? ധന്യ, ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ബെഞ്ച് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഇരുന്നപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ ഇനി ഹൈക്കോടതി എടുത്ത ഉത്തരവിനപ്പുറത്തേക്ക് ഇനിയൊന്നും പോകാനില്ല എന്നുള്ളത് തന്നെയായിരുന്നു സുപ്രീം കോടതി ആദ്യമേ തന്നെ നിരീക്ഷിച്ചത്. സുപ്രീം കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എങ്ങനെയാണ് ഒരു എം.എൽ.എയുടെ മകന് ആശ്രിത നിയമനം നൽകുന്നത് എന്നായിരുന്നു. ഈ പാലക്കാട് സ്വദേശിയായിട്ടുള്ള അശോക് കുമാർ ആയിരുന്നു ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് സർക്കാർ ജീവനക്കാർക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ആശ്രിത നിയമനത്തിലുള്ള വ്യവസ്ഥയുള്ളത്. ഉദ്യോഗസ്ഥരുടെ സേവന ചട്ടപ്രകാരം ഒരു കാരണവശാലും ഒരു ജനപ്രതിനിധിയുടെ മകന് ഇത്തരത്തിലുള്ള ഒരു ആശ്രിത നിയമനം നൽകാനുള്ള ഒരു സാധ്യതയുമില്ല. അങ്ങനെ വകുപ്പിൽ പറയുന്നതുമില്ല. മാത്രമല്ല, ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ സീറ്റ് വീണ്ടും ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ആശ്രിത നിയമനം നൽകിയത് എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഹർജിയോടൊപ്പം തന്നെ അശോക് കുമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് അന്ന് തന്നെ ഹൈക്കോടതി ഈ എല്ലാവിധത്തിലുള്ള വ്യവസ്ഥകളും പരിശോധിച്ചതിന് ശേഷമാണ് തള്ളിയത്. പ്രധാനമായും സുപ്രീം കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ഹർജിക്കാരന്റെ വാദങ്ങളിൽ ഒന്ന് ഇതെല്ലാം കൂടാതെ ഈ ശമ്പളം കൂടി തിരികെ പിടിക്കണം എന്നുള്ളതായിരുന്നു. അതായത് 2018 ആ നിയമവിരുദ്ധമായിട്ടാണ്. പക്ഷേ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടിയത് ഒരു ആളുടെയും ഒരു അവസരം നിഷേധിക്കാതെ തന്നെയായിരുന്നു ഒരു നിയമനം നടത്തിയത്. അതായത് സാധാരണ റാങ്ക് ലിസ്റ്റ് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒരു അവസരവും നഷ്ടപ്പെടുത്താതെ തന്നെ ഇയാൾക്ക് വേണ്ടി മാത്രം സംബന്ധിച്ച് ഇത് എത്ര വലിയ തിരിച്ചടിയാണ്? സർക്കാരിനെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടിയായിരുന്നു. മാത്രമല്ല, സർക്കാരിന്റെ ഈ 2018 നടത്തിയ ആ സമയത്ത് കെ രാമേന്ദ്രൻ 2 വർഷം എം.എൽ.എ. ആയതിനു ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത്. ഇതോടുകൂടി അദ്ദേഹത്തിന്റെ കടങ്ങൾ എഴുത്തള്ളുന്നു, അദ്ദേഹത്തിന്റെ വാഹന വായ്പ എഴുത്തള്ളുന്നു. ഇതോടൊപ്പം തന്നെയാണ് പ്രത്യേക ഫയലിൽ നോട്ട് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ മകന് അദ്ദേഹത്തിന്റെ ഡിഗ്രി ഏതാണോ അതനുസരിച്ചുള്ള ഒരു യോഗ്യത അനുസരിച്ചുള്ള ജോലി നൽകണമെന്നാണ് പറയുന്നത്. ബിടെക് കാരനായ മകന് അതനുസരിച്ചാണ് അസിസ്റ്റന്റ് പദവിയിലേക്ക് ജോലി നൽകുന്നത്. ഈ പദവിയിൽ തൽക്കാലം മറ്റാരും ഈ റാങ്ക് ലിസ്റ്റിൽ പട്ടികയിലൊന്നും ഇല്ലെങ്കിൽ പോലും ഇതൊരു പ്രൊമോഷനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. മറ്റുള്ള വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം സർവീസ് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് അവരുടെ ഒരു പ്രൊമോഷനെ കൂടി ബാധിക്കുന്ന ഒരു കേസ് മാത്രം കൂടിയാണ്. ഇത് കൂടാതെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഒരു കാരണവശാലും ഈ ജനപ്രതിനിധികൾക്ക് അവരുടെ മക്കൾക്ക് അവരുടെ ആശ്രിത നിയമനം എന്നുള്ളൊരു കാര്യം അംഗീകരിക്കാനാവില്ല. നിയമത്തിന്റെ ഒരു വ്യവസ്ഥയിലും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കുന്നില്ല, പ്രതിപാദിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് സുപ്രീം കോടതി കടുത്ത നടപടിയെടുത്തിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നടപടികളെല്ലാം പൂർണ്ണമായും ശരിവെക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. ഇതിലിപ്പം പ്രതിപക്ഷം ഉൾപ്പെടെ അന്ന് പറഞ്ഞിരുന്ന കാര്യമുണ്ടായിരുന്നു, ഈ ചട്ടലംഘനം എന്നുള്ളത്. ആ വിഷയത്തിൽ കോടതി എന്താണ് പറയുന്നത്? മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ധനസുബോധ്, ഇതിൽ ഇതുവരെ വാങ്ങിയ ശമ്പളം തിരിച്ചു പിടിക്കേണ്ടതില്ല എന്നൊക്കെയുള്ള തീരുമാനത്തിലേക്ക്. അപ്പോൾ ആ തസ്തിക അങ്ങനെ നിലനിൽക്കാനുള്ള സാധ്യതയാണോ കാണുന്നത്? ഈ ശമ്പളം തിരിച്ച് വാങ്ങില്ല അല്ലെ? ഈ ശമ്പളം ഒരു കാരണവശാലും തിരികെ വാങ്ങണ്ട എന്നുള്ള രീതി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഇതുപോലെ തന്നെ ഇന്നലെ KTUവിന്റെ VC-യിലെ നിയമനം റദ്ദാക്കിയപ്പോഴും പ്രധാനപ്പെട്ട ഒരു ആവശ്യമുണ്ടായിരുന്നത് അവരുടെ നിയമനം ശരിയല്ല, അതുകൊണ്ട് തന്നെ അവരുടെ ഇതുവരെ വാങ്ങിയ ശമ്പളം എല്ലാം തിരികെ പിടിക്കണമെന്നായിരുന്നു. പക്ഷേ പലപ്പോഴും ഈ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നിയമിതരായുള്ള ആൾക്കാർ അതിന്റെ ഒരു പിടിപ്പുകേട് ഉണ്ടാവുന്നത് സർക്കാർ തലത്തിലാണ്. ഇതൊരു സർക്കാരിന്റെ നടപടി, ഒരു ക്യാബിനറ്റിന്റെ നടപടിയാണ് തെറ്റിപ്പോയത്. അല്ലാതെ അതിന് ഒരു വലിയ വില കൊടുക്കേണ്ടി വരുന്നത് ഈ ജോലിയിൽ ഇരിക്കുന്നവരല്ല എന്നുള്ളൊരു കണ്ടെത്തലാണ് നേരത്തെ VC-യുടെ കാര്യത്തിലും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നത്. അതേ നിയമനം തന്നെയാണ്, അതേ രീതി തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രശാന്തിൽ നിന്നും ഇത് ശമ്പളം തിരികെ പിടിക്കേണ്ട കാര്യമില്ല. പക്ഷേ എങ്കിൽ പോലും പ്രശാന്തിനെ നിയമിച്ച രീതി തെറ്റാണ്. ഇത്തരത്തിലുള്ള ഒരു കാരണവശാലും ഒരു നിയമത്തിന്റെ പിൻബലമില്ലാതെയാണ് ഇങ്ങനെ ഒരു നിയമനം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ നിയമനം റദ്ദാക്കിയിരിക്കുന്നത്. ശരി ധനസുബോധ്.